ഹലോ ഡിയർ സ്റ്റുഡൻസ്, ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയുടെ ബ്രിഡ്ജ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ബ്രിഡ്ജ് കോഴ്സാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ എൻ്റെ പേപ്പർ നമ്പർ 5 ആണ്, ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്, ആൻഡ് മൈസെൽഫ് ജോമൽ ജോർജ്. അപ്പം നമ്മുടെ ഈ സബ്ജക്റ്റ് ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്ന ഈ സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ ഒരു പേപ്പർ, അല്ലെ എന്തൊക്കെ പഠിക്കാനുണ്ട്, എത്രത്തോളം ഡെപ്തിൽ പഠിക്കാനുണ്ട്, ഇത് പാസ്സാവാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് വല്ലതും ഉണ്ടോ, എന്താ എൻ്റെ അവസ്ഥ, ആകെ മൊത്തം ഒരു ബ്രീഫിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ ഈ ബ്രിഡ്ജ് കോഴ്സിൻ്റെ റിലവൻസ്. കാരണം ഈ ബ്രിഡ്ജ് കോഴ്സ് എന്ന സങ്കല്പം നമ്മൾ കൊണ്ടുവരാനുള്ള കാരണം തന്നെ ഇതാണ്. ദാറ്റ് ഈസ് നമ്മളിപ്പം CMA-ലേക്കുള്ള ഗേറ്റ് എൻട്രീസ് ഏതൊക്കെയാണ്? ഒന്നുകിൽ CMA CAT വഴി വരാം, അല്ലെങ്കിൽ CMA ഫൗണ്ടേഷൻ വഴി വരാം, അല്ലെങ്കിൽ നമ്മുടെ CMA ഡയറക്റ്റ് എൻട്രി റൂട്ട് വഴി ഗ്രാജുവേറ്റ്സിന് വരാം, അല്ലേ? അങ്ങനെ 3 റൂട്ട്സ് ഉണ്ട്. ഈ 3 റൂട്ട്സിൻ്റെയും കുഴപ്പമെന്ന് പറഞ്ഞാൽ, കുഴപ്പമല്ല, അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ, ഈ 3 റൂട്ടുകളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, CMA ഫൗണ്ടേഷനും ഇപ്പം CMA CAT എക്സാമിനേഷനും ഏറെക്കുറെ ഒബ്ജക്റ്റീവ് പാറ്റേണിലാണ് എക്സാം വരുന്നത്, അല്ലേ? അപ്പം ഒബ്ജക്റ്റീവ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്കത് ബേസിക്കലി നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ MCQ ബബിൾ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ബാക്ക് എൻട്രിക്കാർക്ക് ഒരു എക്സാം പോലും ഇല്ലാതെ നേരിട്ടാണ് CMA ഇൻ്ററിലേക്ക് വരുന്നത്. അപ്പം CMA ഇൻ്ററിൽ മൊത്തം സിനാരിയോ ചേഞ്ച് ചെയ്യാണ്. കാരണം അവിടെ നമ്മൾ ഈ CMA CAT-ൽ നിന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ ഓഫ് നോളജേ അല്ല ഇൻ്ററിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ ഗ്യാപ്പിനെ പറ്റി. ബേസിക്കലി നമ്മൾ ഈ ഒരു ലെവലിൽ പോകുന്ന യാത്ര പെട്ടെന്ന് കുത്തനെ മുകളിൽ കയറുമ്പം ലെവൽ മാറുന്നില്ല, അതുപോലെ തന്നെയുള്ള ചേഞ്ചാണ്. ഇപ്പം നമ്മൾ CMA ഫൗണ്ടേഷനിൽ പഠിക്കുന്ന അക്കൗണ്ടൻസി, അല്ലെങ്കിൽ CMA CAT-ൽ പഠിക്കുന്ന ലോ, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്, അതേ പേപ്പർ തന്നെയാണ് ഇൻ്ററിലുള്ളത്. അതിൽ ഞാൻ തർക്കിക്കുന്നില്ല, അതേ പേപ്പർ തന്നെയാണ് ഇവിടെയുള്ളത്. പക്ഷെ ഡെപ്ത് ഹ്യൂജായിട്ട് മാറും, ഡെപ്ത് വളരെയധികം മാറും. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എഴുതി എക്സാം, ഈ പറഞ്ഞ ഇൻ്റർമീഡിയറ്റിലെ എക്സാംസ് ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിലെ എക്സാംസ് മേജറായിട്ട് പോകുന്നത്. അപ്പോൾ അതും ഒരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. ആ ചേഞ്ചുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ ബ്രിഡ്ജ് കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ബ്രിഡ്ജ് കോഴ്സ് ഇസ് ഓൾ അബൌട്ട് സബ്ജക്റ്റിൻ്റെ ഇൻട്രഡക്ഷൻ, ഫാക്കൽറ്റിയെ എങ്ങനെ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നു, കുട്ടികളായ നിങ്ങളിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ദാറ്റ് ആ ഒരു ട്രാൻസിഷൻ അല്ലേ, ഈ പറയുന്ന ലെവൽ 1 ഫൗണ്ടേഷൻ ഒരു CAT 2 ലെവൽ 2 ഇൻ്റർമീഡിയറ്റിലെ ട്രാൻസിഷൻ ഇല്ലേ, ചേഞ്ച് ഇല്ലേ, അത് സ്മൂത്ത് ആക്കാൻ ഉപകരിക്കും. അതുപോലെ നിങ്ങളുടെ ഒരുപാട് ചെറിയ ചെറിയ സംശയങ്ങളും നമുക്കതോടെ സോൾവ് ചെയ്യാൻ പറ്റും. സോ വെൽക്കം ടു മൈ ബ്രിഡ്ജ് സെഷൻ ഓൺ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്. ഓക്കെ, എൻ്റെ പേപ്പർ ബിസിനസ് ലോ എത്തിക്സ് ആണ്. അപ്പം എന്താണ് സാർ ഈ പേപ്പറിൻ്റെ അവസ്ഥ? ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് ഉള്ള പേപ്പറിൻ്റെ പൊതുവെയുള്ള അവസ്ഥ എന്താണ്? ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു തിയററ്റിക്കൽ പേപ്പറാണ്, പക്ക തിയറിയാണ്, ലോ ആണ്. അപ്പം ഈ സബ്ജക്റ്റ് പാഷനേറ്റ് ആയിട്ട് പഠിക്കുന്നവർക്ക് തീർച്ചയായും എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റിയ പേപ്പറാണല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് ഈ പറഞ്ഞ എക്സംഷൻ എന്നുള്ള സംഭവത്തിൻ്റെ റിലവൻസ് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഈ എക്സംഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം എങ്ങനെയാണ് ഇൻ്റർമീഡിയറ്റ് പാസ്സാവുന്ന അറിയാം, നിങ്ങൾക്ക് അതൊക്കെ അറിയണ്ടാവല്ലോ. ഹൗ ടു പാസ് CMA ഇൻ്റർമീഡിയറ്റ്. CMA ഇൻ്റർമീഡിയറ്റ് പാസ്സാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഓരോ സബ്ജക്റ്റിനും മിനിമം 40% മാർക്കും ഗ്രൂപ്പിന് 50% മാർക്കും വേണം, അല്ലേ? അപ്പം നമ്മൾ ഈ 4 പേപ്പറിനും പാസ്സായതുകൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഗ്രൂപ്പ് പാസ്സാകാൻ പറ്റുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി 4 പേപ്പറിനും 40 മാർക്ക് വെച്ച് സ്കോർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 160 മാർക്കേ വന്നുള്ളൂ. 4 പേപ്പറിന് 45 മാർക്ക് വെച്ച് സ്കോർ ചെയ്താൽ പോലും 180 മാർക്കേ ആവുന്നുള്ളൂ, അല്ലേ? അപ്പോൾ പാസ്സാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞൊരു ആവറേജ് 50 ലെവൽ മാർക്ക് വേണം. പക്ഷേ 4 പേപ്പറിനും 50 മാർക്ക് വെച്ച് സ്കോർ ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി എത്രത്തോളം എനിക്ക് അറിയത്തില്ല, എത്രത്തോളം ഒരേ ലെവലിൽ 4 അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ ഒരു കുട്ടി, ഇമാജിൻ ഒരു കുട്ടിക്ക് ഒരു പേപ്പർ 45 മാർക്ക് കിട്ടുള്ളൂ, 40 മാർക്ക് കിട്ടുകയുള്ളൂ. അത്തരം കുട്ടികൾ മറ്റൊരു പേപ്പറിൽ 60 മാർക്ക് വാങ്ങിയാൽ എന്തായി മാറി? അതെ, അത് കടന്നു പോകും. അപ്പോൾ 60 അബവ് മാർക്ക് വാങ്ങുമ്പോൾ ഒരു ഗുണം ഇതാണ്. രണ്ടാം ഗുണം, ഈ 60 അബവ് മാർക്ക് വാങ്ങിയ എക്സംഷൻ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പേപ്പറിന് സബ്സിക്വൻറ്റ് എക്സാമിനേഷൻസിലും റിലാക്സേഷൻ ഉണ്ട്. വീണ്ടും എഴുതുന്ന എന്നുള്ള പ്രക്രിയയിൽ നിന്ന് ഒഴിവായി കിട്ടുന്ന ഒരു സ്കീം കൂടെ ഈ എക്സംഷൻ വാക്കുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കാറുണ്ട്. അപ്പം ഈ എക്സംഷൻ സ്കോർ ചെയ്യുക, അതായത് 60 അബവ് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പേപ്പറാണല്ലോ. അതാണ് എൻ്റെ ഫസ്റ്റ് ക്ലെയിം. 60 അബവ് സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പറാണല്ലോ. ബട്ട് നമ്മൾ ആ പഠിക്കേണ്ട രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. എന്താണ് സാർ പഠിക്കേണ്ട രീതിയിലുള്ള പഠനം? ഓക്കെ, അത് പറയാൻ വേണ്ടിയാണല്ലോ ഈ ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ശരി, ഐ വിൽ ഹെൽപ്പ് യു ഔട്ട് വിത്ത് ദാറ്റ്. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിലേക്കുള്ള ഒരു ഇൻട്രോ ഇടാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ആണ് കാണുന്നത്. ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്നാണ് സബ്ജക്റ്റിൻ്റെ പേര്. ഇൻ്റർമീഡിയറ്റ്, പേപ്പർ നമ്പർ 5. എന്തുകൊണ്ടാണ് സാർ പേപ്പർ നമ്പർ 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റേ CMA ഫൗണ്ടേഷൻ തൊട്ട് കൗണ്ട് ചെയ്യും. 1, 2, 3, 4 പേപ്പേഴ്സ് ആണ് CMA ഫൗണ്ടേഷൻ, ബാക്കി ഇവിടുന്ന് വരുന്നു. ആ ഒരു കോൺസെപ്റ്റിലാണ്. ഓക്കെ,
ഇതുവരുടെ വിഷൻ മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് വിച്ച് വി യൂഷ്വലി ട്രൈസ് ടു റീഡ് വൺസ് ആൻഡ് നൗ ദെൻ വി ഗോ ടു നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം. പേപ്പർ 5 ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സംഭവമല്ലേ, ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ ടോട്ടൽ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് നിങ്ങളുടെ സിലബസ് സ്ട്രക്ചർ, വാട്ട് വി കോൾഡ് ആസ് സിലബസ് സ്ട്രക്ചർ ഫോർ CMA ഇൻ്റർമീഡിയറ്റ്. ഓക്കെ, ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്നുള്ള സബ്ജക്റ്റിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കൊമേഴ്ഷ്യൽ ലോസ് എന്ന സെഗ്മെൻ്റ് ആണ്, ദ വൺ ഈസ് നോൺ ആസ് കൊമേഴ്ഷ്യൽ ലോസ്. 2 ഇൻഡസ്ട്രിയൽ ലോസ് ആണ്. 3 കോർപ്പറേറ്റ് ലോസ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ലോ അല്ലാത്ത ഒരു ചെറിയ ഏരിയ കൂടെ പഠിക്കാനുണ്ട്, വിച്ച് വി കോൾഡ് ആസ് ബിസിനസ് എത്തിക്സ് എന്നൊരു ഏരിയ പഠിക്കാനുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? വി ഹാവ് ഗോട്ട് കൊമേഴ്ഷ്യൽ ലോസ്, ഇൻഡസ്ട്രിയൽ ലോസ്, കോർപ്പറേറ്റ് ലോസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഇങ്ങനെ 4 സെറ്റാണ്. 3 സെറ്റ് ലോ പ്ലസ് 1 സ്മോൾ സെറ്റ് ഓഫ് സംതിങ് നോൺ ആസ് ബിസിനസ് എത്തിക്സ്. അതുകൊണ്ടാണ് സബ്ജക്റ്റിൻ്റെ പേര് ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത്. ഈ എത്തിക്സ് ആണിത് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് പോവാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് നോക്കൂ. ഞാൻ തുടക്കത്തിലേ പറയട്ടെ, നിങ്ങൾ മറ്റ് സബ്ജക്റ്റോ അല്ലെ മറ്റു കോഴ്സോ ഒന്നും ഇത് കമ്പയർ ചെയ്യരുത്. ഇതിലെല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ മനസ്സിൽ കാണണം. ഓക്കെ, എല്ലാ ചാപ്റ്ററിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ് അവിടെ നിൽക്കട്ടെ, ദ പ്രയോറിറ്റി വിച്ച് വി ടേക്ക് ടു ലേൺ അത് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്ററിനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വർക്കിംഗ് നോളജ് വേണ്ട ചാപ്റ്റേഴ്സും ആയിരിക്കുമല്ലോ നമ്മളെ പ്രയോറിറ്റി എന്ന് സംഭവം സെറ്റ് ചെയ്യുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലിട്ട് പഠിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താല്പര്യം ഉണ്ടാവില്ലല്ലോ. സോ വാട്ട് ഐം ട്രൈങ് ടു സേ ദാറ്റ് എവറി ചാപ്റ്റേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്, ബട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം ആദ്യം ഇതിൽ നിന്ന് പിക്ക് ചെയ്യണമല്ലോ. ആ പ്രയോറിറ്റി ഓർഡർ റാങ്ക് ചെയ്യുമ്പം ഏതായിരിക്കും ഞാൻ പിക്ക് ചെയ്യുക? ഓഫ് കോഴ്സ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് മൈ ഫേവറേറ്റ് ചാപ്റ്റർ, ദാറ്റ് ഇസ് നമ്മുടെ ഈ പറയുന്ന കോൺട്രാക്ട് ആക്ട് ആണ്. ഞാൻ പൊതുവെ എല്ലാം കോൺട്രാക്ട് ആക്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്തുകൊണ്ട് സാർ കോൺട്രാക്ട് ആക്ട്? ബേസിക്കലി ഐ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ഓൺ കോൺട്രാക്ട് ആക്ട്. കാരണം നമ്മൾ ഒരു അണ്ടർ റേറ്റഡ് ചാപ്റ്റർ ആണ് കോൺട്രാക്ട്. 2 കാരണം കൊണ്ട് നമ്മൾ ഫസ്റ്റ് ബിഗിൻ ചെയ്യും. കാരണം ഒന്ന്, എക്സാമിനേഷന് ഒരുപാട് മാർക്ക് ചോദിക്കുന്ന ചാപ്റ്റർ ഒന്നാണ്. 2, നമ്മൾ CMA ക്യാറ്റ് ആണെങ്കിലും CMA ഫൗണ്ടേഷൻ ആണെങ്കിലും നിങ്ങൾ ഡയറക്ടർ കുട്ടികളാണെങ്കിലും നിങ്ങൾ 3 പേർക്കും ഒരേപോലെ തന്നെ പഠിച്ച ചാപ്റ്ററാണ് കോൺട്രാക്ട്. നിങ്ങൾ കോളേജിൽ കോൺട്രാക്ട് ആക്ട് പഠിച്ചിട്ടുണ്ടാവും BComന്. ഓക്കെ, ഇനിയിപ്പോൾ CMA ക്യാറ്റിലുകാരും CMA ഫൗണ്ടേഷൻകാരും ഈ കോൺട്രാക്ട് ആക്ട് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ വെച്ച് നമ്മൾ ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് ഡിസ്കംഫർട്ട് ഫീൽ. ഓ മൈ ഗോഡ്, ഇതൊരു പുതിയ ചാപ്റ്റർ, അതിലൊരു പരിചയം സംഭവിച്ച് തുടങ്ങുകയും ചെയ്യാം. അപ്പോൾ 2 ബെനിഫിറ്റ് ആണ് കോൺട്രാക്ട് ഉള്ളത്. അപ്പം കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ കോൺട്രാക്ട് ആക്ടിന് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യണ ആവശ്യമുണ്ടോ എന്ന്. കാരണം കോൺട്രാക്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ചിന്ത ഉണ്ടാവുന്നത്. സാർ ഞങ്ങളിത് ഫൗണ്ടേഷന് പഠിച്ച, ഞങ്ങളിത് കാറ്റി പഠിച്ചു, ഞങ്ങൾ ഡിഗ്രി പഠിച്ചു, ഫൈൻ, അത് ആ പഠിച്ച് അവിടെ വെച്ചേക്കുക. കാരണം വെച്ചാൽ ഇതിൽ നമ്മൾ കോൺട്രാക്റ്റിൽ എന്ത് ഡെപ്ത് ക്വസ്റ്റ്യൻ വരാം. ഫോർ എക്സാമ്പിൾ ഇറ്റ് മൈറ്റ് ബി എ സില്ലി ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് എന്നുള്ള സില്ലി ക്വസ്റ്റ്യൻ തൊട്ട് ഒരു ഇൻഡെമിനിറ്റിയും ഗ്യാരണ്ടിയും അല്ലെങ്കിൽ അങ്ങനത്തെ കൂട്ടൊരു ഒരു ഭീകര ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ കൺസിഡറേഷൻ എങ്ങനെ പ്രൂവ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ തൊട്ട് അങ്ങനെ ഒരു ഡെപ്ത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്, എയും ബിയും തമ്മിൽ അങ്ങനെ കോൺട്രാക്ട് ചെയ്തു, ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തു, അതാക്കി ഇതാക്കി, അങ്ങനെ ഒരുപാട് കേസ് ലോ ക്വസ്റ്റ്യൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും അറ്റ് ദ സെയിം ടൈം തിയററ്റിക്കൽ ക്വസ്റ്റ്യനും ചോദിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ ആണ് കോൺട്രാക്ട് ആക്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫെമിലിയാരിറ്റി ഒരു പോസിറ്റീവ് ആവാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വിചാരിക്കും ഞാൻ പഠിച്ചതല്ല എന്ന് കരുതി ഒരു കാര്യം സ്കിപ്പ് ചെയ്യരുത്. കോൺട്രാക്ട് ആക്ട് ഇസ് ഡാം വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. സോ ദർ ഇസ് നോ മോർ ഗെയിമിംഗ് വിത്ത് ദാറ്റ് ചാപ്റ്റർ. ഡോണ്ട് മെസ് അറൗണ്ട് വിത്ത് കോൺട്രാക്ട് ആക്ട്. അതുപോലെ തന്നെ കോൺട്രാക്ട് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കാൻ പറ്റിയ അടിപൊളി ചാപ്റ്ററാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. കാരണം കോൺട്രാക്ട് ആക്ടിന്റെ കണ്ടിന്യൂഷൻ ആണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. കോൺട്രാക്ട് പഠിപ്പിക്കാതെ സെയിൽ പഠിപ്പിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും. കോൺട്രാക്ട് പഠിപ്പിച്ചിട്ട് സെയിലിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ആ ചാപ്റ്ററിന്റെ ബാക്കി പോകുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫൗണ്ടേഷൻ ക്യാറ്റിലൊക്കെ പഠിച്ചതല്ല. അപ്പോൾ കോൺട്രാക്ട് ആക്ടിന്റെ പല എക്സാമ്പിളും സെയിലായിരിക്കും പറയുക. അത്രയും ബന്ധമുണ്ട് ഇവർ തമ്മിൽ. ഓക്കെ, ഈവൻ എല്ലാ സെയിലും ഒരു കോൺട്രാക്ട് കൂടിയാണ്. ദാറ്റ് മീൻസ് എവറി സെയിൽ ഈസ് ബൈ നേച്ചർ എ കോൺട്രാക്ട്. അതുകൊണ്ട് തന്നെ കോൺട്രാക്ടിന്റെ ബാക്കിയാണ് സെയിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടുമായിരിക്കും ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ഹാൻഡിൽ ചെയ്യുക. ഞാൻ കോൺട്രാക്റ്റും സെയിലും പഠിപ്പിക്കുമ്പം ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് എക്സാമ്പിൾ യൂസ് പഠിപ്പിക്കും. കാരണം വെച്ചാൽ നമ്മളെ ഈ തിയറി പഠിക്കാൻ ഇതിന് പ്രത്യേകിച്ച് മന്ത്രമോ മായാജാലമോ ഒന്നുമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?
കാരണം ബേസിക്കലി ഇപ്പം നമ്മളിപ്പം ഞാനാണെങ്കിൽ പോലും 7 മണിക്കൂറൊക്കെ തിയറി ക്ലാസ്സിൽ ഒറ്റയടിക്ക് ഇരിക്കുക എന്ന് പറയുമ്പം നമുക്കൊരു ഒരു പോയിന്റ് കിട്ടിയാൽ നമ്മുടെ കിളി പോകും. കാരണം വെച്ചാൽ നമുക്കത് അബ്സോർബ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട് അല്ലേ? നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ? ഫൈൻ. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് നമ്മൾ ക്ലാസ് ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്ററാക്ഷൻ സെൻസ് ലൈക്ക് വി ഡിസ്കസ്, വി ഷെയർ ദ ഐഡിയാസ്. ഓക്കെ, അങ്ങനെ ആകുമ്പം ഒരു ക്ലാസ് റൂമിൽ ഇന്ററാക്ഷൻ വരുമ്പോൾ തന്നെ പകുതിയോളം പ്രശ്നം കഴിയും. രണ്ടാം പോയിന്റ്, ഓരോ കോൺസെപ്റ്റിനും എക്സാമ്പിൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം കോൺസെപ്റ്റ് കേൾക്കാൻ എളുപ്പമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇങ്ങനെയാണ്, ഇപ്പോൾ ഇൻഡംനിറ്റി കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇതാണ്, അല്ലെങ്കിൽ ഗ്യാരണ്ടി കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, അല്ലെങ്കിൽ എല്ലാ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലും കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്ന സാധനം ഓട്ടോമാറ്റിക്കലി ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പം നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ഈ കേൾക്കുന്ന കാര്യങ്ങളെ കോൺഫിഡൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിൻ്റെ കൂടെ ഞാൻ എക്സാമ്പിൾ പറയും. മക്കളെ ഓർത്ത് നോക്കി, ഇപ്പം ഇദ്ദേഹം ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഇരിക്കുന്ന മിസ്റ്റർ എ ഈ മിസ്റ്റർ ബിക്ക് ഇത്ര കടം കൊടുത്തു. അങ്ങനെ എക്സാമ്പിൾ പറയുമ്പം എക്സാമ്പിൾസ് ഉണ്ടല്ലോ നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഏത് കോൺസെപ്റ്റിനെയും ഒരു താക്കോലിട്ട് തുറന്ന് ഈസി ആക്കുന്ന ഒരു സാധനമാണ്. ആ താക്കോലാണ് എക്സാമ്പിൾ. അപ്പം ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും എക്സാമ്പിൾ ഓർമ്മയുണ്ടാവും. ഞാൻ പറയും, മക്കളെ നിങ്ങൾക്ക് അപ്രോപ്രിയേഷൻ പേയ്മെന്റ് ഓർമ്മയുണ്ടോ? ഇല്ല. ഇന്ന എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? യെസ്. അതുകൊണ്ട് എക്സാമ്പിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇഫ് യു ആർ ഗോയിങ് ടു ടീച്ച് ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമ്പിൾസ് ഇവിടെ പോകും. രണ്ടാമത് ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളെ കൊണ്ട് നോട്ട്സ് എഴുതിക്കും. ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങളെ കൊണ്ട് എഴുതി ഉണ്ടാക്കും. ഞാൻ ഞാൻ പഠിച്ച സമയത്താണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് അറിയാം, നമ്മൾ എത്ര പ്രിന്റഡ് നോട്ട്സും എത്ര ഗൈഡും എത്ര ടെക്സ്റ്റ് ബുക്ക് നമുക്കുണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ നോളജിനെ എൻഹാൻസ് ചെയ്യും. പക്ഷേ എക്സാമിന്റെ തലേദിവസം നമ്മൾ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ നമ്മൾ എഴുതിയ നോട്ട് തരുന്ന കോൺഫിഡൻസ് മറ്റൊന്നിനും നമുക്ക് തരാൻ പറ്റില്ല, മറ്റൊന്നിനും കിട്ടില്ല. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ നിങ്ങളോട് ഞാൻ പറയാണ്, മക്കളെ, ഞാനിപ്പോൾ ഓരോ ദിവസം ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് സ്വന്തമായിട്ട് ഹാൻഡ് റൈറ്റൻ നോട്ട്സ് എഴുതി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി ഉണ്ടാക്കില്ല. കാരണം നമുക്കറിയാം നമ്മളെ, അല്ലേ? നമുക്കറിയാം നമ്മളെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും, ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമ്മൾ ചാർട്ടായിട്ടും ഡയഗ്രാംസ് ആയിട്ടും സെന്റൻസ് ആയിട്ടും എന്ത് ചെയ്യും, അതിന് നോട്ട്സ് നിങ്ങളെ കൊണ്ട് എഴുതിക്കും. ഈ നോട്ട് എഴുതുമ്പം രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, ഒരുപാട് കേട്ടോണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ നിന്ന് ഒരു ബ്രേക്ക് ആവും. നമ്മൾ നോട്ടൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ സമയമുണ്ട്. രണ്ട്, ഈ നോട്ട് എഴുതുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ കാര്യം പഠിക്കുക ചെയ്യുന്നത്. കാരണം നമ്മൾ ചാർട്ടൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്യുകയല്ല ചെയ്യണേ, നിങ്ങൾ തന്നെ ചാർട്ട് വരയ്ക്കുക ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പം നമുക്ക് തന്നെ ഒരു പഠിത്തം അവിടെ നടക്കും. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്, ഓവറോൾ ബെനിഫിറ്റ് എന്താ അറിയോ? ലോ എന്ന സബ്ജക്ട് നിങ്ങൾ പഠിക്കുന്നത് വീട്ടിൽ പോയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടല്ല, പിന്നെയോ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ലോ പഠിക്കണം. ഓക്കെ, ക്ലാസ്സിൽ ഇരുന്ന് ലോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? റിവിഷൻ ആണ്. യു ഹാവ് ടു റിവൈസ്, പ്രോപ്പർലി റിവൈസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ ടീച്ചിങ് മെത്തഡ്. ദിസ് ഹൗ ഐ വാണ്ട് ടു ടീച്ച്. അതിന് പുറമെ വി വിൽ ഗിവ് യു നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ഉണ്ട്. സാർ, ഈ ലോ പഠിക്കാൻ സാറിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്താ പറയുന്നത്? ഞാൻ ഒരു മെറ്റീരിയൽ ഞാൻ പ്രിപ്പയർ ചെയ്യില്ല. ഐ പ്രിഫർ ICMAയുടെ സ്റ്റഡി മെറ്റീരിയലാണ് എൻ്റെ പ്രിഫറൻസ് എപ്പോഴും. കാരണം ICMAക്ക് അവരുടെ ബുക്ക് എന്നാലും ചോദിക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പം മഹാനായ ഞാനൊരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ ICMA അയ്യോ ജോമൻ സാറിന്റെ ബുക്കിന് ക്വസ്റ്റ് ചോദിക്കാൻ ചോദിക്കില്ലല്ലോ. കോമൺ സെൻസ് അല്ലേ? എന്തിനാ ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്ക് ഇറക്കുന്നത്? ഓപ്ഷൻ എ, അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, ലെറ്റ് ദം പ്രിന്റ് സം പേപ്പർ. ഓപ്ഷൻ ബി, അതാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വാണ്ട് യു ടു സ്റ്റഡി ദാറ്റ് ബുക്ക്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സ്പ്രഷൻ നിങ്ങൾ ആ ബുക്ക് പഠിക്കണം. എന്താണ് ആൻസർ? എന്താണ്? നിങ്ങൾ ആ ബുക്ക് പഠിക്കണം, അല്ലേ സ്വർണ്ണം? പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ഒരു പ്ലെയിൻ റീഡിങ്ങിന് ഒരിക്കലും നമ്മൾ സജസ്റ്റ്, അതായത് ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ ബുക്ക് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്ര എളുപ്പം ഫീൽ ചെയ്യില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും ചില കാര്യങ്ങൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ വലിയ കടലാണ്. അപ്പം നമുക്ക് എല്ലാം ഒന്നും ലൈൻ ബൈ ലൈൻ വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ III കൊമേഴ്സ് അക്കാഡമി നമുക്കൊരു അക്കാഡമിക് ടീമുണ്ട്. ഈ അക്കാഡമിക് ടീം ഓരോ സബ്ജക്റ്റിനും, അതായത് ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റിനും IIIയുടേതായിട്ടുള്ള വർക്ക് ബുക്സ് ഉണ്ട്. ഈ വർക്ക് ബുക്കിന്റെ റിലവൻസ് എന്താ അറിയോ? ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെ സെയിം ലാംഗ്വേജ് ആണ് ഈ ബുക്കിലും വരുന്നത്. ഈവൻ സെയിം ലാംഗ്വേജ് ദറ്റ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നില്ലേ, അതിന് പകരം പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എല്ലാം വെച്ചുകൊണ്ട് ഒരു ഒരു ബ്രീഫ് സമ്മറി സാധനം. ഓക്കെ, പ്ലസ് ഓരോ ടോപ്പിക്കിൽ നിന്നും പ്രീവിയസ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് MCQs എന്ന് പറയും. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും RTP MTP അങ്ങനത്തെ കൂട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം അടുക്കി വെച്ച് ടോപ്പിക് വെച്ച് അടുക്കി വെച്ചിട്ട് അടിപൊളി വർക്ക് ബുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഈ വർക്ക് ബുക്ക് ഞാൻ പറയുന്നത്, ഫോർ എക്സാമ്പിൾ കോൺട്രാക്ട് കഴിഞ്ഞാൽ പറയും, മക്കളെ വർക്ക് ബുക്കിൽ എന്ന നമ്പർ ക്വസ്റ്റൻസ് മാർക്ക് ചെയ്യും, ഇതെല്ലാം സോൾവ് ചെയ്ത് വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വർക്ക് ബുക്ക് ഇസ് മോർ ദൻ ഇനഫ് ഫോർ യു ടു മേക്ക് യു ഹെൽപ്പ്. അതല്ലാതെ ചാപ്റ്റേഴ്സിന് ഫാക്കൽറ്റി നോട്ട്സ് ആയിട്ട് നമ്മളും നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫാക്കൽറ്റി നോട്ട്സ് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ലാംഗ്വേജ് എഴുതുന്നതല്ല കേട്ടോ, ഇത് സെയിം സാധനം തന്നെ. ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്.
ഓക്കെ. അപ്പോൾ ദിസ് ഹൗ വി അപ്രോച്ച് സബ്ജക്ട്. അത് ഞാൻ കോൺഫിഡൻസ് ആണ്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വന്ന് നിങ്ങൾ ലീവ് എടുക്കാതെ ക്ലാസ്സിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പഠിത്തം ക്ലാസ് നടക്കും. വീട്ടിൽ പോയി റിവൈസ് ചെയ്താൽ മതി. എങ്ങനെ പഠിക്കുന്നു? ഐ എം റിപ്പീറ്റിംഗ്. നമ്മൾ നോട്ട്സ് എഴുതുന്നു. ഓക്കെ, ഹാൻഡ് റിട്ടൺ നോട്ട്സ് നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്നു. വർക്ക് ബുക്ക് നമ്മൾ സോൾവ് ചെയ്യുന്നു. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നു. അല്ലേ? മതി. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ പഠനമാണ് ഈ പേപ്പർ ക്ലിയർ ചെയ്യാൻ ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ കോൺട്രാക്ട് സെയിലിന് 2 ചാപ്റ്ററേ പറഞ്ഞുള്ളൂ. പിന്നീട് ഞാൻ ഒബ്വിയസ്ലി പോവുക പാർട്ണർഷിപ്പ് ആക്ടിലേക്കായിരിക്കും. കാരണം എഗെയിൻ കോൺട്രാക്റ്റുമായി കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റിയ സ്മൂത്ത് സാധനമാണ് പാർട്ണർഷിപ്പ് ആക്ട്. അതൊരു നല്ല ചാപ്റ്ററാണ്. പാർട്ണർഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ LLPയിലേക്ക് പോകും. അതുപോലെ തന്നെ ആ സെക്ഷനിൽ പിന്നെ വരുന്നതാണ് നമ്മുടെ ലോ ആൻഡ് ലീഗൽ സിസ്റ്റം. ആ ചാപ്റ്ററിൽ അത്യാവശ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ ജുഡീഷ്യൽ സിസ്റ്റത്തെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ലീഗൽ സിസ്റ്റത്തെ പറ്റി പരിചയപ്പെടുത്തുന്ന സംഭവമാണിത്. ഓക്കെ. പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എടുക്കുമ്പം ഞാൻ പറയാറുണ്ട് ഇത് ഔട്ട്ഡേറ്റ് ആയി പോയ സാധനമാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ബുക്കിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ആ ചാപ്റ്റർ നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. ഇൻഡസ്ട്രിയൽ ലോസിലേക്ക് വരാം. ഇൻഡസ്ട്രിയൽ ലോസിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടോ? എത്ര മാർക്കാണ് ഇൻഡസ്ട്രിയൽ ലോസിന്റെ? 15 മാർക്കാണ്. 5 ചാപ്റ്റർ ഉണ്ട്. ഒരു ചാപ്റ്ററിന് 3 മാർക്ക് ആവറേജ് അല്ലേ സാറിന്? ഫാക്ടറി ഗ്രാറ്റുവിറ്റി, EPF, ESI, കോഡ് ഓൺ വേജ്. സാർ ഇതിൽ ഏതാ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? മക്കളെ ഒരു തർക്കമില്ല, 5ഉം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. 5 എവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ വരാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് അത് 5ന് ഞാൻ പ്രത്യേകിച്ചൊരു വെയിറ്റേജ് കൊടുക്കുന്നില്ല. സാർ എന്താണ് ഈ ഇൻഡസ്ട്രിയൽ ലോ എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കാനുള്ളത്? മക്കളെ ഇത് നിങ്ങൾ CMAക്കാരല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു കമ്പനിയിൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് മാനേജ്മെന്റ് വരുമ്പം ഈ കോസ്റ്റിന്റെ എലമെന്റ്സിൽ ഒന്നാണല്ലോ ഈ ലേബർ കോസ്റ്റ്. യെസ് ഓർ നോ? അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട എന്തൊക്കെയുണ്ട്? സാലറി, ഓക്കെ, സാലറി കമ്പ്യൂട്ടേഷൻ, വേജ്, അതിന്റെ കമ്പ്യൂട്ടേഷൻ അല്ലെ? യെസ് ഓർ നോ? അതിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞ പോലെ ഗ്രാറ്റുവിറ്റി, ഓക്കെ, EPF, ESI, ബോണസ്, അങ്ങനെ അതുപോലെ തന്നെ ഫൈന്, പെനാൾട്ടി തുടങ്ങിയ ഈ ലേബർ കോസ്റ്റിന്റെ എല്ലാ കോമ്പണൻസിന്റെയും ലീഗൽ സൈഡാണ് ഇവിടെ പഠിക്കുന്നത്. വി ആർ നോട്ട് ഗോയിങ് ഫോർ ദ മാത്തമെറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ്. അത് മറ്റ് ബ്രാഞ്ചാണ്. ദാറ്റ് ഫോംസ് പാർട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ടു an extent it can be seen in tax as well. But right now, right here, we are focusing only upon the legal aspect of all these things. ആർക്കെല്ലാമാണ് ബോണസ് കൊടുക്കേണ്ടത്? എന്താണ് ബോണസ് എന്നുള്ള സങ്കല്പം? മാക്സിമം ബോണസ് എന്താണ്? ബോണസ് എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും? സെയിം തിങ് വിത്ത് ഗ്രാറ്റുവിറ്റി, സെയിം തിങ് വിത്ത് ESI സ്കീം. ESI സ്കീമിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഫാക്ടറീസ് ആക്ട് പറഞ്ഞു വെച്ചാൽ ഒരു ഫാക്ടറിയിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഫാക്ടറിയുടെ ഹെൽത്ത്, സേഫ്റ്റി, ക്ലെൻലിനെസ്, അതുപോലെ എംപ്ലോയീസിനുള്ള ഓവർ ടൈം, അവരുടെ വേജ് അല്ല അവരുടെ ഓവർ ടൈം വേജ്, ലീവ് വേജുകൾ തുടങ്ങിയ എല്ലാ ഫാക്ടറിക്കുള്ളിലുള്ള കംപ്ലയൻസ് ആണ് ഫാക്ടറീസ് ആക്ടിൽ വരുന്നത്. 5 ചാപ്റ്റർ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു വിട്ടുവീഴ്ച കാര്യത്തിലില്ല, നോ കോംപ്രമൈസ്. പിന്നെ വരുന്നു കൂട്ടത്തിലെ ദ കമ്പനീസ് ആക്ട്. ഓക്കെ, കോർപ്പറേറ്റ് ലോസിൽ കമ്പനീസ് ആക്ട് വരുന്നത്. നിങ്ങൾ ആ കോർപ്പറേറ്റ് ലോസിന്റെ വെയിറ്റ് എന്ന സംഭവത്തിൽ 40% വെയിറ്റ് കണ്ടോ? ദാറ്റ് മീൻസ് എൻറ്റയർ ലോയുടെ ഒരു 40% കമ്പനീസ് ആക്ട് ആണെന്ന് ഇമ്പോർട്ടൻസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കോർപ്പറേറ്റ് ലോ ആണ് നമ്മുടെ മെയിൻ സാധനം. നമ്മുടെ പ്രാക്ടീസിങ് CMAs ആണെങ്കിൽ നമ്മൾ ഈ ലോ പഠിക്കാതെ നമുക്ക് എങ്ങൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും യു ഡോണ്ട് നോ കമ്പനി ലോ, ദെൻ ദാറ്റ്സ് എ ബിഗ് ഡെഫിഷ്യൻസി ഫ്രം യുവർ പാർട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് എ കമ്പനി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണത്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഡയറക്ടേഴ്സ്, ഓഡിറ്റ്, അക്കൗണ്ട്സ് തുടങ്ങിയ എല്ലാ സെക്ഷൻസിലൂടെ നമ്മളിങ്ങനെ ഓടി മാറി നടക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കമ്പനീസ് ആക്ടിന് ഞാൻ എത്ര ദിവസം ക്ലാസ്, എനിക്ക് കമ്പനീസ് ആക്ടിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ വന്നേ പറ്റൂ. കാരണം മറ്റ് ചാപ്റ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് റെക്കോർഡിങ്സോ മറ്റോ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ക്ലാസ്സിൽ വന്നേ പറ്റൂ. കാരണം ഇത് പഠിക്കാതെ നമുക്ക് എക്സാം പാസ്സാൻ പറ്റില്ല. ഈ ചാപ്റ്റർ കിട്ടാൻ എക്സാം പാസ്സാവില്ല. കാരണം 40% വെയിറ്റ് ഉള്ള ചാപ്റ്ററിലെ മക്കളെ. അപ്പോൾ അത് റിസ്ക് ഗെയിമാണ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് എനി റിസ്ക് ഇൻ കമ്പനീസ് ആക്ട്. വിൽ ഡീൽ ദാറ്റ് ഇൻ ഡീറ്റെയിൽ. പക്ഷെ ക്വസ്റ്റ്യൻ വരും, സാറേ എനിക്ക് മറവിയുണ്ട് സാറേ, എനിക്ക് എഴുതാൻ സാറേ, എനിക്ക് സെക്ഷൻ തുറക്കാൻ പറ്റും സാറേ. അതെ ഡോൺ വറി മേഹൂന, ഐ ഡീൽ വിത്ത് ഇറ്റ് ഡോൺ വറി. കാരണം കമ്പനീസ് ആക്ട് നമ്മൾ പഠിക്കുന്നത് ഇപ്പം സെയിം പറഞ്ഞ തന്നെ ഒരുപാട് എക്സാമ്പിൾസും ഒരുപാട് പ്രാക്ടിക്കൽ സിനാരിയോസും വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ചുമ്മാ നിങ്ങളെ മക്കളെ തുടങ്ങിക്കോളൂ, ഓക്കെ എല്ലാവരും കേട്ടോളൂ, കമ്പനീസ് ആക്ട് പറഞ്ഞാൽ എങ്ങനെയാണ്, കമ്പനി അതാണ്, കമ്പനി ഇതാണ്, കമ്പനി ലിഫ്റ്റിംഗ് ഓഫ് പ്രോപ്പർട്ടി, അങ്ങനെ ലെക്ചറിങ് അല്ല. ദാറ്റ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ആരുടെ ഒരു ഹെൽപ്പ് ആവശ്യമില്ല.
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാനും നമുക്ക് ആരുടെ ഹെൽപ്പ് ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ബോയ്സ്, മേ ആസ്ക് യു സംതിങ്. നിങ്ങളിപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് ആണെങ്കിൽ റൊണാൾഡോയുടെ സ്റ്റേറ്റ്സ് നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾക്ക് അത്യാവശ്യം ഗോൾസ്, പുള്ളി സ്കോർ ചെയ്ത ഗോളുകൾ. മെസ്സി ആണെങ്കിൽ മെസ്സിയുടെ ഗോൾസ് ഓർമ്മയുണ്ടാവും. ഓക്കെ, സച്ചിന് എത്ര റൺ ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടി ന്യൂമറിക് ഫിഗേഴ്സ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള എല്ലാ അറിവും നമുക്ക് ബ്രെയിനിൽ നിൽക്കും. പിന്നെന്താ മക്കളെ, നമ്മൾ മിനിഞ്ഞാന്ന് പഠിച്ച ക്ലാസ് നമുക്ക് ഇന്ന് മറന്നു പോകണേ. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ സാർ നമുക്ക് ആവശ്യമുള്ള എക്സാമിനേഷൻ ആവശ്യമുള്ള കാര്യം മറന്നു പോകണേ. കാരണം നമ്മളത് ഇൻട്രസ്റ്റോടെ അല്ല ചെയ്യണത്, നമുക്കത് നെസസിറ്റി, ദാറ്റ് ഈസ് അത് ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലൂടെ നമ്മൾ ഫീഡ് ചെയ്യണത്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്, അത് എവിടെ ഇരുന്നോട്ടെ, ആവശ്യമാണ്. അതേസമയം നമ്മൾ സന്തോഷത്തോടെ ഒരു കാര്യം ഓർത്ത് വെക്കുമ്പോൾ നമ്മൾ എന്താണ്, അത് പെർമനന്റ് ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്തു പോകും. അതുകൊണ്ട് ഞാൻ ഉറച്ചു പറഞ്ഞൊരു പോയിന്റ് എന്താ അറിയോ, ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഹാപ്പിയാണ്, ഇന്ററാക്ഷൻ ഉണ്ട്. ഇത് പഠിക്കുന്ന സന്തോഷത്തോടു കൂടെ ആണെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഈ സാധനം അങ്ങനെ കിടക്കും, അതവിടെ കിടക്കും, ഹാപ്പി ആയിട്ട് അതവിടെ കിടക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളെപ്പോഴും ക്ലാസ് റൂം നമ്മൾ ഹാപ്പി ആയി തന്നെ പഠിക്കണം. നമ്മളെപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയി തന്നെ പഠിക്കണം. ഡീറ്റെയിൽഡ് കാര്യം ഡീറ്റെയിൽഡ് പഠിക്കണം. നമ്മൾ ഒരു ഓവർ തിങ്ക് ചെയ്യരുത്, തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കുട്ടികളേക്കും സാറേ ഞാനേ പഠിച്ചതൊക്കെ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ്, എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വലിയ ഇതില്ല. ഡോണ്ട് വറി, നമ്മൾ ട്രിപ്പിൾ നമുക്ക് ക്ലാസ്സുകൾക്ക് ഈ പറയുന്ന CMA ക്ലാസ് ആണെങ്കിലും CS ആണെങ്കിലും CA ആണെങ്കിലും നമുക്ക് ലാംഗ്വേജ് സ്കിൽസ് എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടി തന്നെ മൊഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് സിലബസ് ആണ് ഈ സംഭവം, സിലബസിൽ ലാംഗ്വേജ് ഇല്ല. പക്ഷേ ബട്ട് സ്റ്റിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്റർവ്യൂ ടിപ്സ്, അതുപോലെ തന്നെ ലാംഗ്വേജ് ആൻസർ റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, അതെല്ലാവർക്കും. നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പം 10-100 പേരുണ്ടെങ്കിൽ പോലും ഓരോ കുട്ടിക്കും നമുക്ക് വേണ്ട എന്താ നമുക്ക് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ ഈ ലോ പഠിക്കുമ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഡൗട്ടുകൾ ഉണ്ട്, ഡൗട്ട് ചോദിക്കുക. ഓക്കെ, ഡൗട്ട് ചോദിക്കാൻ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി, അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ, ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് യു ഹാവ് ടു ആസ്ക് ഡൗട്ട് എന്നുള്ളത്. കാരണം ഡൗട്ട് ചോദിക്കുന്നതിൽ നിന്ന് മറ്റൊന്നും നിങ്ങളെ പിൻവലിക്കരുത്. നത്തിങ് ഷാൽ പുൾ യു ബാക്ക്. എങ്ങനെ, ഞാൻ ഡൗട്ട് ചോദിക്കുമ്പോൾ സാർ എന്ത് കരുതും? സാർ ഒന്നും കരുതൂല, സാറ് ഹാപ്പിയാണ്. ഡൗട്ട് ചോദിക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ കരുതും അരെ യാർ ലീവ് ഇറ്റ്, കാരണം അവർക്കും സെയിം ഡൗട്ട് ഉണ്ടായിരിക്കും, അവരും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അതിൽ അവർ കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് ആസ്ക് ഡൗട്ട്, പ്ലീസ് ആസ്ക് ഡൗട്ട്. ഓക്കെ, ഡൗട്ട് ചോദിക്കുമ്പോഴാണ് ക്ലാസ് ലൈവ് ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ സംഭവം. ലാസ്റ്റ് വൺ, ബിസിനസ് എത്തിക്സ് എന്നൊരു ചെറിയൊരു സെക്ഷൻ D ആണ്. ഈ ചെറിയ സെക്ഷൻ D ഉണ്ടല്ലോ മക്കളെ, അത് ചെറിയൊരു ചാപ്റ്ററാണ് ഈ ബിസിനസ് എത്തിക്സ്. ഇൻട്രസ്റ്റിംഗ് ആണ്, ഒറ്റ ദിവസം കൊണ്ട് എടുത്ത് തീർക്കാൻ പറ്റിയ ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്, ചെറിയതാണ്. പക്ഷെ അതിനകത്ത് 15 മാർക്ക് ഗ്യാരണ്ടി ചോദിക്കും. 15 മാർക്ക്. കമ്പനീസ് ആക്ട് ബുക്കിന്റെ പകുതിയോളം ഉണ്ട്, അതിൻ്റെ അകത്ത് 40 മാർക്കാണെങ്കിൽ ഈ സാധനം ഈ ബിസിനസ് എത്തിക്സിന് 15 മാർക്ക് ഉണ്ട്. സോ ലാഭമാണ് ഈ എത്തിക്സ് പഠിച്ചാൽ, വൻ ലാഭമാണ്. അതുകൊണ്ട് എത്തിക്സ് നമ്മൾ നോ കോംപ്രമൈസ്. അപ്പം നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ സാറേ അതിന് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്നത്? ഓൺലൈൻ ആണോ, സോറി, ക്വസ്റ്റ്യൻ എങ്ങനെ, ഇതിപ്പം മറ്റേ പേര് MCQ ആണോ, ഡിസ്ക്രിപ്റ്റീവ് ആണോ? അല്ലേ? ശരി, ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഐ ഷോ യു ഹൗ ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങളുടെ ഡിസംബർ 2023 ഇഫ് മൈ മെമ്മറി ഈസ് കറക്റ്റ്, സോ 2023 ഡിസംബറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണിത്. ഓക്കെ, നിങ്ങൾക്ക് 100 മാർക്കാണ് ലോ എന്ന എൻ്റെ പേപ്പറിൽ വരുന്ന ടോട്ടൽ മാർക്സ്. അതിൽ ഈ ഒന്നാമത്തെ സെക്ഷൻ കണ്ടോ, MCQ ആണ്. സാറിലെ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന്. അതെ, 100 മാർക്കിൽ 30 മാർക്ക് MCQ ക്വസ്റ്റ്യൻസ് ആണ്, MCQ ആണ്. സന്തോഷം, ഇരിക്കട്ടെ, ബോണസ് ഇരുന്നോളൂ, എടുത്തോളൂ ആ മാർക്ക്. കാരണം 30 മാർക്ക് MCQ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കുള്ള 30 ക്വസ്റ്റ്യൻ അല്ല, പിന്നെയോ വെറും 15 ക്വസ്റ്റ്യനേ ഉള്ളൂ, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്. ദാറ്റ് മീൻസ് ഒരു ബബിൾ കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക് പേപ്പർ വേണം. എങ്ങനെയുണ്ട് ഡീല്? എങ്ങനെയുണ്ട് മൺസൂൺ ധമാക്ക? കമോൺ ലെറ്റ്സ് ജോയിൻ. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു MCQ കിട്ടിയ 2 മാർക്ക്, ഒരു MCQ പോയാൽ 2 മാർക്ക് പോവുകയും ചെയ്യും. അതുകൂടെ മനസ്സിൽ വെച്ചോളൂ. ദാറ്റ് ഡസൻറ്റ് മീൻസ് ലൈക്ക് ദ ഗെയിം ഈസ് ഫെയർ ആൻഡ് ഈസി. യു ഹാവ് ടു ബി വെരി കോഷ്യസ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കി 1, 2, 3, 4, 5, 6 കണ്ടോ, 15 ക്വസ്റ്റ്യൻ കണ്ടോ. 15 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് 30 മാർക്ക് MCQ ആണ്. അപ്പോൾ ആ 15 മാർക്ക് MCQവിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും 15 മാർക്ക് ഓക്കെ ആക്കി എടുത്താൽ 30 മാർക്ക് പേപ്പറിൽ വന്നു കഴിഞ്ഞു. എക്സാം തുടങ്ങി 5 മിനിറ്റ് കൊണ്ട്, അല്ലേ? പറഞ്ഞു. പിന്നെന്താ വരുന്നത്? സെക്ഷൻ B അല്ലേ? സെക്ഷൻ B ആണ് ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്. സെക്ഷൻ Bയിൽ ടോട്ടൽ 2, 3, 4, 5, 6, 7, 8 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സെക്ഷൻ B എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിയാവുന്ന 5 എണ്ണം എഴുതിയാൽ മതി.
7 എഴുതേണ്ട ആവശ്യമില്ല, 5 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, 7 ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം എഴുതിയാൽ മതി? 5 എണ്ണം എഴുതിയാൽ മതി. ഈ 5 ക്വസ്റ്റ്യൻസ് അപ്പം എന്ന് പറയുമ്പോൾ എത്ര മാർക്ക് അറിയോ? ഒരു ക്വസ്റ്റിന് 14 മാർക്കാണ്. അപ്പം 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി, 14 മാർക്കിന്റെ 70 മാർക്കായില്ലേ? 30 മാർക്ക് MCQ, 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ്. മനസ്സിലായോ? ഈ 14 മാർക്ക് എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റിന് 2 സബ് പാർട്ട് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടോ, 2 എയും ബിയും കണ്ടോ? ഒന്ന് കോസി കോൺട്രാക്ട്, ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണ്, കോൺട്രാക്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, അതിന് 7 മാർക്കാണ്. അതിന് 7 മാർക്കാണ്, ഈസി ക്വസ്റ്റൻ ആണ്. അതുപോലെ തന്നെ ഇൻഡംറ്റിയും ഗ്യാരണ്ടി വ്യത്യാസം എന്താണ്? 7 മാർക്കാണ്, ഈസി ക്വസ്റ്റൻ ആണ്. അപ്പം രണ്ടോട് ചേർക്കുമ്പോൾ 14 മാർക്കാണ്. അപ്പോൾ ഒരു ക്വസ്റ്റിന് 14 മാർക്ക്. അങ്ങനെ നിങ്ങൾ നോക്കുമ്പം സാർ എന്തോ ഞാൻ ഒരു ചാപ്റ്റർ പഠിച്ച, എനിക്കൊരു ഒരു ക്വസ്റ്റൻ അറിയത്തില്ല, ഞാൻ കോഡ് ഓൺ വേജ് പഠിച്ചില്ല, ഞാൻ ഗ്രാറ്റുവിറ്റി പഠിച്ചില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റൻ നമ്പർ 4 കോഡ് ഓൺ വേജ് ഗ്രാറ്റുവിറ്റി ആ ക്വസ്റ്റൻ മുഴുവൻ സ്കിപ്പ് അടിച്ചു. കാരണം 7 എണ്ണത്തിൽ 5 എണ്ണം അറിയാമെന്ന് എഴുതിയാൽ മതി. ഇതിൽ കൂടുതൽ എങ്ങനെയാണോ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? ഓക്കെ, അതുകൊണ്ട് CMA എടുത്തിട്ട് കുറച്ചെങ്കിലും നെർവസ് ആയിട്ടുള്ള ആൾക്കാർ, സാർ ഇത് എങ്ങനെ സോൾവ് ചെയ്യും, സാർ ഇത് എന്ത് ചെയ്യും, ഇത് പഠിക്കാൻ പറ്റുമോ, അയ്യോ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തന്നിട്ടുണ്ട്, ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്, നിങ്ങൾ ഒന്നും പേടിക്കേണ്ടത്. മെയിൻ എക്സാം ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്കാൻഡ് കോപ്പിയാണ്. യാതൊരു തരത്തിലുള്ള ഒരു എളുപ്പപ്പണി നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റിനും 2 സബ് ക്വസ്റ്റൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റിന് 14 മാർക്കാണ്, 7+7 വരുന്ന പോലെ. അതിൽ 7 എണ്ണം ഉണ്ടാവും, ഇഷ്ടമുള്ള 5 എണ്ണം എഴുതിയാൽ മതി. 128 മാർക്കിന്റെ എക്സാം ആണ്, 100 മാർക്ക് എഴുതിയാൽ മതി എന്നർത്ഥം. ഓക്കെ, അപ്പം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങൾ ഡെയിലി ക്ലാസ്സിൽ വന്ന് ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ പഠിച്ചു പോയാൽ ഇത് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെൻ്റെ ഉറപ്പുള്ള കാര്യമാണ്. ബട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഹാപ്പി ആയിട്ട് ക്ലാസ്സിൽ വരിക, പറയുന്ന പോലെ കാര്യങ്ങൾ എഴുതിയെടുക്കുക, പറയുന്ന പോലെ ഡെയിലി പഠിക്കുക. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാം പാസ്സാകാൻ പറ്റും. അപ്പം ഇതാണ് ഞാൻ സബ്ജക്റ്റിനെ പറ്റിയും ഞാൻ ക്ലാസ് എടുക്കുന്ന മെത്തഡോളജിയെ പറ്റിയും ഈ CMA ഇൻ്റർ ലോ എന്ന പേപ്പറിനെ പറ്റിയും അതിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഐഡിയോളജി, ഒരു പൊതു ബ്രീഫിംഗ് ഞാൻ എനിക്ക് തന്നു കഴിഞ്ഞു. ബാക്കി കഥകൾ, ബാക്കി കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിലേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ വരുമ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തറവായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ CMA ഇൻ്റർ ലോ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. So please feel free to come into the class and experience that how things is going to work out. So അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് ബ്രീഫ് ചെയ്യാണ്. So thank you so much for patiently listening to this video and hoping to see you in the class later on. Thank you so much.